അവര് കൊടുക്കുക? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ AVPയും കോട്ടക്കൽ പോലുള്ള ഒരു ഇതില് 100-800ഓളം മരുന്നുകള്, കോടിക്കണക്കിന് ഉറുപ്പികയുടെ മരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഗുളിക ഇട്ടിട്ടൊരു കാര്യമില്ല. അപ്പോ അത് വെറും ഒരു ബ്ലെയിം ചെയ്യാനുള്ള ഒരു അലിഗേഷനാണ്. പണ്ട് നാട്ടിൻപുറത്ത് ഈ മറ്റേ ചില RMP എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാരെ അലോപ്പതി ഗുളിക കൂട്ടത്തിൽ കൂടെ കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ കൂട്ടി കലക്കി കൊടുക്കുന്ന പരിപാടി എവിടെയില്ല. ഒക്കെ സീൽഡ് ഫാക്ടറിയിൽ വരുന്ന സാധനമാണ്. ഒക്കെ ക്ലീൻ കൺസെപ്റ്റ് എന്ന് പറയും. അതായത് ഒരു ഹൈടെക് ഫാക്ടറികളാണ്. പണ്ടത്തെ മാതിരി ഈ വിറക് വെച്ച് കത്തിച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് മരുന്ന് ഇവിടെ എത്തിക്കാൻ പറ്റില്ല. അത് ക്ലീൻ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ വളരെ ഹൈടെക് ഫാക്ടറികളാണ്. അതിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം കലക്കാനും പറ്റൂല. ഇന്നത്തെ കാലത്ത് GST ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും കടത്താൻ പറ്റുമോ? ഒരെണ്ണം വിൽക്കാൻ പറ്റുമോ? ഇതൊന്നും ബോധമില്ലാണ്ടാണ് ഈ ജാതി അലോപ്പതി ഡോക്ടർമാർ പലരും പറഞ്ഞു. ബോധമില്ലായി തന്നെയാണ്, അറിയാതെയാണ്. ആരെ കൊടുക്കണേന്നുള്ളത് ആദ്യം അവർ പറയട്ടെ. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് നമ്മളെ ആദ്യം തന്നെ പേടിപ്പിക്കും. അപ്പൊ പേടിച്ചിട്ട് പിന്നെ അയ്യോ ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് അറിയില്ല, ചികിത്സ ചെയ്യാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ, ഇത് കഴിക്കാൻ പറ്റുമോ എന്നാണ്. അതെന്തെങ്കിലും ആവട്ടെ. ഏത് മരുന്നും ഏത് സിസ്റ്റം ആയാലും വേണ്ടില്ല, സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നമ്മൾ പോകണം. ടോക്സിസിറ്റി പറയും. ടോക്സിസിറ്റി പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ കേട്ടതാണ്, മറ്റേ പതഞ്ജലിയുടെ ഇതായിട്ട് ഇഷ്യൂ ഉണ്ടായപ്പോ മാഗിയിൽ ലെഡ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കേട്ട് കാണാം. അപ്പൊ പറയുന്നൊരു ചോദ്യമാണ് ആയുർവേദ മരുന്നുകളിൽ ലെഡ് ഉണ്ടോ എന്ന്. ലെഡ് എന്ന് പറഞ്ഞ സംഭവം ആയുർവേദ മരുന്നിന് സ്പെസിഫിക് ആയിട്ടില്ല. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് വണ്ടികളുടെ പുക, പൊല്യൂഷൻ, ഈ പൊല്യൂഷനിൽ നിന്ന് ചെടികൾ വലിച്ചെടുക്കും നാച്ചുറൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറുന്തോട്ടി മാത്രമാണോ ഈ പുക വലിച്ചെടുക്കുന്നത്? എല്ലാ ചെടികളും വലിച്ചെടുക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരം ഉപയോഗിക്കുന്ന അരി ആയാലും ഗോതമ്പായാലും പച്ചക്കറി ആയാലും തക്കാളി ആയാലും പഴവർഗ്ഗങ്ങളായാലും മാങ്ങയിലും ചേനയിലും ചക്കയിലും എന്തായാലും ഭൂമുഖത്ത് ജീവനോട് ഇരിപ്പുണ്ടോ ആ ചെടികളെല്ലാം ഈ പറഞ്ഞ പൊല്യൂഷൻ വലിച്ചു. നമ്മുടെ തേങ്ങ വെള്ളത്തിൽ വരെ വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പശുവിന്റെ പാലില് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ, ഈവൻ മനുഷ്യന്റെ പാലിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ കണ്ടൻസ് വരികയാണ്. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം പറഞ്ഞാൽ ഒരു ദിവസം വെച്ചാലത്തെ കാര്യമാണ്. പിന്നെ ലെഡ് എന്ന് പറഞ്ഞത് ഇതുപോലുള്ള കണ്ടാമിനേഷൻ വരുന്നത് നമ്മുടെ ആഹാരങ്ങളിൽ വരുന്ന മറ്റ് കലർപ്പ് മാലിന്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് പലതിൻ്റെയും ഇതുപോലെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇന്ന് കിട്ടുന്ന നമ്മുടെ മസാല ഐറ്റംസിൽ 60% താഴെ ജെനുവിനുള്ളൂ ഓരോ ബ്രാൻഡിന്റെയും. അപ്പൊ അതിൽ വരുന്ന കണ്ടാമിനേഷൻ നമ്മുടെ കിഡ്നി ലിവറുകളെയൊക്കെ ബാധിക്കുകയാണ്. ഡോളോ 650 എന്നും പറഞ്ഞിട്ടൊരു ഗുളികയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സ്ഥിരമായിട്ട് കഴിക്കരുത്. കോവിഡ് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഉണ്ടാക്കിയത് വില്ലൻ ഈ ഡോളോ 650 ആണ്. സെൻട്രൽ ഗവൺമെന്റ് ICMRന്റെ ഇതിൽ തന്നെ ഉണ്ട്. അത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയും. മദ്യപിക്കാതെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഗർഭചികിത്സയിൽ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാം ഇന്നത്തെ കാലത്ത് നടക്കില്ല. പണ്ടത്തെ കാലത്ത് നടന്നുപോയി അമ്മി ഇതിലിട്ട് അരച്ചു, നെല്ല് കുത്തി അടിച്ചു വാരി അത് കഴിഞ്ഞിട്ട് സുഖപ്രസവം ഉണ്ടായി എന്ന് പറയും അല്ലെ. ഇന്നത്തെ കാലത്ത് അതുപോലെ എല്ലാം നടക്കാൻ പറ്റില്ല. പക്ഷേ പറ്റണ ചില കാര്യങ്ങളുണ്ട്. തേച്ച് കുളി ഒരു ഉദാഹരണത്തിന്. ഇന്നലെ ഇപ്പൊ ന്യൂസിലൻഡിലേക്കുള്ള പേഷ്യന്റിന് അനന്തരം തൈലം വാങ്ങിക്കാൻ ഒരാൾ വന്നിരുന്നു. ന്യൂസിലൻഡിലേക്ക് അടുത്ത ആഴ്ച അവരുടെ ഫാദർ ഇൻ ലോ പോവുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ് ഫാദർ ഇൻ ലോ. അപ്പൊ എണ്ണ തേച്ച് കുളിച്ച് ആ മാംസപേശികൾക്ക് വേണ്ടതായിട്ടുള്ള അയവ്, ബലം ഒക്കെ കിട്ടണം.
അതിനാണ് ധന്വന്തരം തൈലം തേച്ച് കുളിക്കുന്നത്. കുഴമ്പല്ല കേട്ടോ, തൈലാണ് പതിവ്. ശാസ്ത്രത്തിൽ തൈലേ പറയുന്നുള്ളൂ. പക്ഷെ എന്നാൽ കേരളത്തിലെ ചികിത്സയിൽ ചെയ്യുമ്പോൾ ധന്വന്തരം കുഴമ്പാണ് അധികം ഉപയോഗിക്കുക. നമ്മൾ പറയുമ്പോൾ കുഴമ്പ് തേച്ച് കുളിക്കുക എന്ന് പറയും. അപ്പോ തേച്ച് കുളി അതിലൊരു പ്രധാനമാണ്. പിന്നെ പണ്ടൊരു പതിവുണ്ട്, മഹാധന്വന്തരം ഗുളിക കൊടുക്കുക. കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ ഒരു കോട്ടയ്ക്കല് ഏജൻസിയിലെ മഹാധന്വന്തരം ഗുളിക മേടിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർ കുറച്ച് പ്രായമുള്ള ആളാണ്, എന്നെ നല്ല പരിചയമുണ്ട്. അമ്പട കേമ ധന്വന്തരം മഹാധന്വന്തരം ഗുളിക കൊടുക്കാറായി ചോദിച്ചു. ഞാൻ ആദ്യം അന്തം വിട്ടു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിക്കണത്. അപ്പൊ ആള് വിചാരിച്ചു എന്റെ കല്യാണം ഞാൻ പറയാണ്ട് നടത്തി, അത് കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയാണ്, എന്നിട്ട് പറയാണ്ട് ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കോട്ടയ്ക്കലിലെ ഗുളികയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടിയിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഗർഭരക്ഷിണി ഗുളിക. കണ്ടണ്ട? ഇത് ഗർഭരക്ഷിണിച്ച ഗർഭത്തിൽ മാത്രമേ കൊടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. ആ ആ ആ അപ്പൊ പക്ഷെ യോഗത്തിനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതില് ഇതെന്താ വെച്ചാല് ഹൃദയത്തിന് നല്ലതാണ്. എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. ഈ വയറ്റിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര പെയിൻ ഉണ്ടാവുമല്ലോ. ഈ മഹാധന്വന്തരം ഗുളിക ഒരു 3-4 എടുത്തിട്ട് ജീരവെള്ളത്തിലോ അല്ലെങ്കിൽ അശോകാരിഷ്ടോ അതുപോലുള്ള അരിഷ്ടത്തിലോ കലക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് വേദന പോകും. മഹാധന്വന്തരം ഗുളിക അത് കുറച്ച് വ്യത്യാസമുണ്ട്. കഴിക്കാം, കുഴപ്പമില്ല. ഈ പെട്ടെന്നുണ്ടാവുന്ന നെഞ്ചുവേദനകള് നമുക്കിപ്പോ വായുവിൻ്റെതായാലും ഹാർട്ടിന്റെ ആയാലും, ഹാർട്ടില് ഒരു 60 വയസ്സ് കഴിഞ്ഞാല് ഒരു പ്രശ്നമുണ്ട്. ഈ കാർഡിയാക്കിക് അരിത്മിയ എന്ന് പറയും, ഋതമില്ലാത്ത. അപ്പൊ കൊണ്ട് ആ ഹാർട്ട് ബീറ്റ് ഒരേമാതിരി ആവില്ല. സംഗീതം താളം തെറ്റിയിട്ട് പാടണമാതിരി ഉണ്ടാവും. അപ്പൊ ഹൃദയത്തിനുണ്ട് ഒരു താളം, ആ താളം പിഴയ്ക്കുക. ആ താളം പിഴച്ചിട്ട് ഈ കാർഡിയാക് അരിത്മിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ അലോപ്പതിയിൽ അവരൊരു അബ്ലേഷൻ ചെയ്യും. ഉള്ളിലത്തെ ഒരു സാധനം സെൻസറിനെ കരിച്ചു കളയും. നമ്മുടെ ഈ മഹാധന്വന്തരം കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കുഴപ്പമില്ല, പോയിക്കോളും, സുഖമായിട്ടു. അപ്പൊ ഇതാണ് പ്രഗ്നൻസിയിൽ കൊടുക്കുന്നത്. ആ വായുവിനും പിന്നെ കുട്ടിയുടെയും അമ്മയുടെയും ഹൃദയങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. വെറുതെ വിഴുങ്ങാം, കടിച്ചു വിഴുങ്ങാം, അല്ലെങ്കിൽ ജീരവെള്ളത്തിൽ കളിക്കാവാം, ഇല്ലെങ്കിൽ അരിഷ്ടത്തിലൊക്കെ കൊടുക്കും. വായുഗുളികയും പതിവുണ്ട്, വായുപതിവുണ്ട്. വായുഗുളിക അസല് സാധനമാണ് കേട്ടോ. ഇതേപോലത്തുള്ള വായുവിന്റെ പ്രശ്നത്തിൽ ഗ്യാസ് ട്രബിളിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കാം. അങ്ങനെ ഒരു കോൺട്രാഇൻഡിക്കേഷൻ ഉള്ള ഒരു ഇതല്ല അത്. ചിലതിനൊക്കെ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞില്ലേ ഇന്നലെ മറ്റേ അദ്ദേഹം വൈദ്യര് പറയുണ്ടായി, എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താ വെച്ചാല് അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ, പക്ഷെ ഞാൻ പറയാ സൈഡ് എഫക്റ്റ് അല്ല, അതതിന്റെ എഫക്റ്റാണ്. ഇപ്പൊ അലോപ്പതി മരുന്നായാലും നമ്മൾ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈഡ് എഫക്റ്റ് അല്ല, അതതിന്റെ ആക്ഷനാണ്. അത് ശരീരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണ്. ആ രോഗിക്ക് അത് ആവശ്യമില്ലാത്തതാണ്. അപ്പോ ഓരോ രോഗത്തിനനുസരിച്ച് നമ്മൾ തെരഞ്ഞ് വേണ്ടതായിട്ടുള്ള മരുന്നേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് വയറ്റിന്ന് പോവാണ്, ആ സമയത്ത് ആ വയറ്റിന്ന് അധികം ഇളകി പോകുന്നതിനെ പിടിക്കാനുള്ള മരുന്ന് കൊടുക്കണം, വേണ്ടേ? അത് കുറച്ച് കൂടുതൽ കൊടുത്താൽ എന്തായി? വയറ്റിന്ന് പോവില്ലേ, അത്രേ ഉള്ളൂ അല്ലെ? ഇളകാൻ വേണ്ടി കൊടുക്കണ സമയത്ത് അത്ര അധികം കൊടുത്താൽ എന്തായി? ഇളകി. അപ്പോ അതിനൊരു മയണ്ട്, ഏതാ വേണ്ടേ നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ചെയ്യണം. നമ്മൾ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, എൻ്റെ കുറച്ച് നമ്പൂരി ഭാഷയാ, മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അപ്പോ ഈ നമ്മുടെ തെങ്ങമ്മ കയറുമ്പോ തളപ്പ് എന്ന് പറയും, എല്ലാവർക്കും അറിയോ? ഒരു അതിട്ടല്ലേ ചാടി കയറാൻ പറ്റുള്ളൂ, അതില്ലാണ്ട് കയറാൻ പറ്റില്ല. അതെ. പക്ഷെ ഈ തളപ്പ് എന്ന് പറഞ്ഞ സാധനം എല്ലാ ഇതിനും അത് തന്നെ. തെങ്ങിന് ഒന്ന്, കവുങ്ങിന് ഒന്ന്, പിന്നെ ശരിക്കും പറഞ്ഞാൽ തെങ്ങിന്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും എല്ലാത്തിനും ഒരു തളപ്പ് പറ്റില്ല കേട്ടോ എന്ന് പറയും. അതുമാതിരിയാണ്, എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കാൻ പറ്റുമോ?
അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവർക്കും ഒരു മരുന്നാവാന്നുള്ളത്. പണ്ട് എന്നോട് ഒരു സ്വാമിജി ഒരു കഥ പറയുകയുണ്ടായി. നമ്മുടെ സ്വരൂപ് ചൈതന്യ സ്വാമിജി, അദ്ദേഹം എൻ്റെ ഒരു പഴയ പേഷ്യൻ്റാണ്, അറിയാമല്ലോ. അതെ, ഇപ്പൊ അദ്ദേഹം ഹെഡാണല്ലോ. അന്ന് അതെ, ഇപ്പൊ ഹെഡാണ്, അതെ, ഗ്ലോബൽ ഹെഡാണ്. അപ്പൊ അന്ന് അദ്ദേഹം അവിടെ ചികിത്സാലയത്തില് AVP സ്ഥിരം വരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ദിവസമായിട്ട് വർത്താനൊക്കെ പറയും. അപ്പൊ എന്തോ പറഞ്ഞപ്പോ എന്നോട് പറയായിരുന്നു, അതെ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഒരു സ്വാമിജിയുടെ അടുത്ത് ഒരാള് പഠിക്കാൻ ചെന്നു. ആയുർവേദമായിട്ടുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് വേഗം പഠിക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ അന്ന് ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ നടത്തുന്ന കാലമാണ്, ഇന്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പൊ വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് സമയമില്ല ആർക്കും പഠിക്കാൻ. അപ്പോ പെട്ടെന്ന് പഠിച്ചിട്ട് പോകണം. അപ്പൊ ആദ്യം പറഞ്ഞൊരു 14 കൊല്ലം പഠിച്ചോളൂ. അതിനും നേരമില്ല. അപ്പൊ അത് 7 ബോണസ്. ഇതാണ് ഡിസ്കൗണ്ട് ചെയ്ത് ഗുരുനാഥൻ ഡിസ്കൗണ്ട് ചെയ്യുക. അങ്ങനെ കുറഞ്ഞ് അവസാനം ഇപ്പൊ പഠിപ്പിച്ച ഒറ്റ ശ്ലോകം. അപ്പൊ അതിന്റെ പൊരുൾ എന്താ വെച്ചാൽ, എന്തെങ്കിലും കണ്ട ഇല പറിക്കുക, കണ്ട ഇലയിട്ട് കൂട്ടിയരയ്ക്കുക, കണ്ടത് ആ ഉരുട്ടിയൊരു ഗുളികയാക്കിയിട്ട് കണ്ട ആൾക്ക് കൊടുത്തോളൂ, എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. കേനാഭിപേക്ഷിതം യദ്വാ തദ്വാ ഭവിഷ്യതി. ഒന്നിലേക്ക് അല്ലെങ്കിലും കിട്ടുമായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. അപ്പോ ആയുർവേദത്തില് അതിന് 2 തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്ന്, വൈദ്യൻ എന്ന് പറയുന്ന ആള് ഒരു യോഗ്യമാരി ആവണമെന്നാണ്. ഔഷധമല്ല അവിടെ വിലക്കിയാണ്. ഔഷധം ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയ പ്രസാദം, ആ പ്രസാദത്തിന്റെ ഗുണമല്ല അവിടെ, അതിലും വിട്ടിട്ട് അതിൽ മന്ത്രപൂതമായിട്ടുള്ള ഒരു ഫലമുണ്ട്. അവിടെ ഒരു അദൃശ്യമുണ്ട്. ആ അദൃശ്യമായിട്ടുള്ള ശക്തിയാണ് അവിടെ അതിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഇല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കണം, മറ്റേതും രണ്ടും ഒന്നാവണം. അത് അവിടെ ഇല്ലല്ലോ. അതേമാതിരി തന്നെയാണ് ഔഷധത്തിനെ വൈദ്യന്റെ ആ ഒരു മാനസിക സങ്കല്പത്തിലെ ഒരു ശക്തിയെ കൊണ്ട് അതിനെ ബലപ്പെടുത്തുക. അങ്ങനെ കൊടുക്കുന്ന അതിനാണ് ഫലം കൂടും. അപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ട് പറയും കൈപ്പുണ്യം എന്ന് പറയും, അല്ലേ? കൈപ്പുണ്യം എന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കിക്കൊടുക്കുന്ന ഔഷധത്തിന് ഫലം കൂടും. ഗർഭചികിത്സയിൽ ഇങ്ങനത്തെ ഉള്ളതിനൊക്കെ ഇത് വളരെ പ്രധാനം. നമ്മുടെ നാട്ടിൽ പണ്ടൊരു പതിവുണ്ട്, ഒരു എന്താണ് പറയുക, നെയ്യ് ജപിച്ചു കൊടുക്കുക, അല്ലേ? സാരസ്വതം പതിവുണ്ട്, മഹാകല്യാണകം പതിവുണ്ട്. ഈ മഹാകല്യാണകവും സാരസ്വതമൊക്കെ ജപിച്ചു കൊടുക്കുന്നത് 56 ദിവസം, ഗർഭം 56 ദിവസമായി കഴിഞ്ഞിട്ട് 9-ാം മാസം വരെയാണ്. ലാസ്റ്റ് മാസം ഇല്ല, അത് പ്രസവിക്കാനുള്ള ചില മരുന്നുകളുണ്ട്. ഈ 56 തൊട്ടിട്ട് 9-ാം മാസം വരെയുള്ള സമയത്ത് ആണ് ശരീരത്തിലെ ഞരമ്പ് നാഡീവ്യൂഹങ്ങള്, ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് കേട്ടോ. ഒരു കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. സയന്റിഫിക്കലി അത് പ്രൂവ്ഡ് ആണ്. ആ സമയത്താണ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ ആചാര്യന്മാരത് എങ്ങനെ കണ്ടത്? അതാണ്, ആ സമയത്ത് അതിനെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള നെയ്യുകളെ കൊടുക്കുക. അതിന് വേറൊരു ഇതും കൂടിയുണ്ട്. അവിടെയാണ് വൈദിക കർമ്മങ്ങൾ വരുന്നത്. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞൊരു പൂജാകർമ്മമുണ്ട്. അതുപോലെ തന്നെ പുരുഷ സൂക്തം, ശ്രീ സൂക്തം, ഭാഗ്യസൂക്തം, ഇത് 3 ജപിച്ച് ആ ഗർഭിണി രാവിലെ എണീറ്റ് കുളിച്ച് കിഴക്കോട്ട് നോക്കിയിരുന്ന് നെയ്യ് കൈ പിടിച്ച് ജപിച്ചുകൊണ്ട് കഴിക്കണം. എന്തിനാ? നല്ല കുട്ടി ഉണ്ടാവാനാണേ, രാക്ഷസനായ പറ്റില്ല, നല്ല കുട്ടി ഉണ്ടാവണം. അത് മാത്രമല്ല, ബുദ്ധിയുള്ളവൻ ഉണ്ടാവണമെന്നാണ്. അപ്പൊ അതൊക്കെ ഇത് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഇങ്ങനത്തെ ചികിത്സകളിൽ അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഫലം നേരിട്ട് കണ്ടു. പിന്നെ ആ സമയത്ത് ഒരുപാട് ഇഞ്ചക്ഷൻസും ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം പണ്ടൊക്കെ ഒരു 4-5 ഇഞ്ചക്ഷനേ ഉള്ളൂ, ഇന്നിപ്പോ 64 ഇഞ്ചക്ഷനാണ്. അതിന്റെ കോംപ്ലിക്കേഷനോ എന്തൊക്കെ അറിയില്ല.
അപ്പൊ അതങ്ങനൊരു സംഭവം പോകുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ടാത്തവർ വേണ്ടെന്ന് പറയേ പറ്റുള്ളൂ. നമുക്കതിന് രണ്ടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ആ ആള് ഇഞ്ചക്ഷൻ ഇതുവരെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാത്ത ആളാണ് കേട്ടോ. ജീവിച്ചിരിപ്പുണ്ട്, തൊട്ട് നോക്കാം. ആൾക്കൊരു അനീതിയുണ്ട്, ആള് നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്താലേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും. ഈ ഗർഭിണിക്ക് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് പലവക കാരണങ്ങളാണ്. ആദ്യം വിവാഹം കഴിഞ്ഞ ഉടനെ വേണ്ടാന്ന് വെക്കും. അപ്പൊ പിന്നെ അവനവന്റെ ശരീരത്തിലുള്ള ശുദ്ധിയും പിന്നെ ബീജശക്തിയൊക്കെ കുറവായിട്ടുള്ള ഒരു സമയത്ത് പിന്നെ നല്ലൊരു കുട്ടി ഉണ്ടാവണം വെച്ചാൽ നമുക്കറിയാം. പിന്നെ ഡിലേ. പിന്നെ മറ്റൊരു വിഷയം ആഹാരത്തിലും സ്ട്രെസ്സുമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ ജ്യോതിഷം കൂടി അല്പം നോക്കും. അതായത് ശരീരശുദ്ധിയും എല്ലാം വന്നാലും ഗർഭിണിയാവാത്ത കേസുകൾ ഇഷ്ടം പോലെ. അപ്പൊ ജ്യോതിഷത്തില് അനുഭവം ഉള്ള പല കേസുകളുണ്ട് ഇതേമാതിരി. നോക്കിയിട്ട് അതിന്റെ വേണ്ട ചില സമയങ്ങളുണ്ട്. അപ്പം മറ്റേ ഓവുലേഷൻ പീരീഡ് ആണോ മറ്റേതാണോ എന്ന് നോക്കിയാൽ മാത്രം പോരാ, അതിന് യോഗം കൂടി ഉണ്ടാവണം. ചിലത് ജാതകം നോക്കിയിട്ട് ദത്തുപുത്ര യോഗം എന്നാണ്. ദത്തെടുത്തിട്ടുള്ളതിനാ യോഗം, കുട്ടി ഉണ്ടാവും പക്ഷെ ദത്താണെന്നുള്ളൂ, അങ്ങനെ കണ്ടിട്ട്. അപ്പോ അതിനും വളരെയധികം പണ്ടൊക്കെ നമ്മളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ചികിത്സകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ തെളിവാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കണേ. അല്ലാണ്ട് ഇപ്പൊ അമേരിക്കയില് അവിടെയുള്ള കുട്ടികളുടെ ജനറേഷൻ ഇപ്പൊ എന്താ വിചാരം എന്നറിയോ? നമ്മളൊക്കെ ഈ സ്റ്റോൺ ഏജ് എന്തതിന് പറയും, ആദിമനുഷ്യന്മാരുടെ ശിലായുഗത്തിൽ ജീവിച്ച ആൾക്കാരെന്നാണ് അവരുടെ വിചാരം. ഇന്റർനെറ്റ് ഇല്ല, മറ്റതില്ല, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചെന്നാ ചോദിക്കുക. അവരുടെ വിചാരം എങ്ങനെയാണ്? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഴയത് കണ്ടിട്ടില്ല. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചു, നമ്മളിപ്പോ ഇന്റർനെറ്റ് അതൊന്നും ഇല്ലാണ്ട് ജീവിച്ചു, ശരിയാണ്. പക്ഷെ അന്നും ആരോഗ്യം ഇതിലും ഭേദമുണ്ടായിരുന്നു. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പണ്ട് ആക്സെപ്റ്റ് ചെയ്തൊരു ഡെഫിനിഷൻ കൂടിയാണ്. ഒരു മിയർ ആബ്സെൻസ് ഓഫ് സിംറ്റംസ്, അതായത് ലക്ഷണങ്ങളില്ലാത്ത ഒരു അവസ്ഥയല്ല ആരോഗ്യം. അപ്പോ എന്താണ്? ഇറ്റ്സ് എ ഹാർമണി എന്ന് പറയുക. അതായത് ഒരു ഹാർമണി എന്തിന്റെ? ശരീരത്തിന്റെ, മനസ്സിന്റെ, ഇന്ദ്രിയങ്ങളുടെ ഒരു ഹാർമണി ആൻഡ് ബാലൻസ് ഉണ്ട്. അങ്ങനെയായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സുഖം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനാണ് ആരോഗ്യം പറയുന്നത്. ഹാർമണി ഓഫ് ബോഡി, മൈൻഡ്, ഇന്റലക്ട്, സെൻസ് ഓർഗൻസ് ആൻഡ് ഇൻ സ്പിരിറ്റ്. സോഷ്യൽ ഹാർമണിയും കൂടി വേണം. ഇതിനാണ് ആരോഗ്യം. അപ്പോ എന്താണ്? ഇറ്റ്സ് എ ഹാർമണി എന്ന് പറയുക. അതായത് ഒരു ഹാർമണി എന്തിന്റെ? ശരീരത്തിന്റെ, മനസ്സിന്റെ, ഇന്ദ്രിയങ്ങളുടെ ഒരു ഹാർമണി ആൻഡ് ബാലൻസ് ഉണ്ട്. അങ്ങനെയായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സുഖം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനാണ് ആരോഗ്യം പറയുന്നത്. ഹാർമണി ഓഫ് ബോഡി, മൈൻഡ്, ഇന്റലക്ട്, സെൻസ് ഓർഗൻസ് ആൻഡ് ഇൻ സ്പിരിറ്റ്. സോഷ്യൽ ഹാർമണിയും കൂടി വേണം. ഇന്ത്യക്കാർക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. എന്ത് കിട്ടിയാലും എടുത്ത് റോട്ടിലേക്ക് എടുത്ത് എറിയുമല്ലോ. സോഷ്യൽ ഒരു ഹാർമണി ആൻഡ് ഒരു ബാലൻസ് കൂടി വേണം. അപ്പോഴേ അത് ഹെൽത്തായിട്ട് കണക്കാക്കിയിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതി ഉള്ള നല്ലൊരു പുത്രനോ പുത്രിയോ ഉണ്ടാവാനാണ് ചികിത്സ ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പ്രസവം കഴിഞ്ഞാല്, പ്രസവത്തിന് ശേഷം ഒരു 90 ദിവസം, പണ്ടൊക്കെ മലന്ന് കിടക്കണമെന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അതിന് അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയും. മലന്ന് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് സൈഡിലുള്ള മാംസപേശികൾ ഒരേപോലെ ടൈറ്റായി ഇതായിട്ട് വരും. ഒരു സൈഡായിട്ട് കിടക്കാൻ സമ്മതിക്കില്ല പഴയ ആൾക്കാര്. നേരെ മറിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മലന്ന് കിടക്കരുത്.
ഈ ബെഡിൽ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഉരുണ്ട് കഴിഞ്ഞാല് പൊക്കിൾക്കുടി അംബ്ലിക്കൽ കോഡ് കഴുത്തിന് ചുറ്റും. അതുകൊണ്ടാണ് ചെയ്യരുത് പറയുന്നത്. അപ്പൊ ഇതില് മലന്ന് കിടന്ന് മാംസപേശികൾ അത് മുറുകി പഴയ പൂർവ്വസ്ഥിതിയിലാവണം. ആദ്യത്തെ പീരീഡ്സ് നടക്കുക വേണം. ആദ്യത്തെ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂതിക എന്നുള്ള പേര് പോവും. അതുവരെ സൂതികയാണ്. പ്രസവിച്ച അധികം ആയിട്ടില്ല എന്നാണ്. അപ്പൊ പ്രസവിച്ച അധികം ആവാത്ത ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ വളരെ എളുപ്പം. ആ പീരീഡില് വല്ല ശക്തിയായിട്ടുള്ള വയറിളക്കോ പനിയും വയറിളക്കവും ഛർദിയൊക്കെ വന്നാൽ ചിലപ്പോൾ ആളെ കിട്ടിയില്ല എന്ന് വരും. അത്ര ഡേഞ്ചറസ് ആണ്. അപ്പൊ ആദ്യത്തെ 90 ദിവസത്തേക്ക് നമ്മളൊരു ചികിത്സാ സമ്പ്രദായം കൊടുത്തിട്ട്, പണ്ട് എണ്ണ തേച്ച് കുളിപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയറ് കെട്ടി, വയറ് കെട്ടരുതെന്നാ പറയണേ. ഇപ്പോൾ നല്ല ഗൈനക്കോളജിസ്റ്റ് വെച്ചാൽ വയറ് കെട്ടണമെന്ന് പറയും. നമുക്ക് ഇവിടെ പ്രോജക്റ്റിലേക്ക് ഒരു നല്ല ഗംഭീരനായിട്ടുള്ള 2 ഗൈനക്കോളജിസ്റ്റ് വരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതും വേണമല്ലോ. ഇന്നത്തെ കാലത്ത് അവരുടെ സഹായം ചിലത് വേണ്ടി വരും. നമ്മളിപ്പോ ഡെലിവറി എടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളതിന് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ അവരുടെ ചാർട്ടൊക്കെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല കുട്ടി, അത്രേ ഉള്ളൂ. ആ പറഞ്ഞ മാതിരി. അപ്പൊ അതിന് 2 പേര് റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ അവരടക്കം സമ്മതിക്കുന്ന കാര്യമാണ് ഈ പ്രസവ ചികിത്സ കഴിഞ്ഞിട്ടുള്ള ചികിത്സയില് ശരീരത്തിന് ബലം കിട്ടി ആള് വീണ്ടും ആരോഗ്യസ്ഥിതിയാവാക്കാനുള്ള ചികിത്സയും ആയുർവേദത്തിൽ വരും. ഈ 3 നമുക്കുണ്ട്. അപ്പോ നല്ല ആഹാരം കഴിക്കണം, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. ഗർഭിണികൾ അധികം ചിന്തിക്കരുത്, സ്ട്രെസ് അടിക്കരുത്, ഹാപ്പി ആയിട്ടിരിക്കണം, അമ്പലത്തിൽ പോകണം, ജപിക്കണം എന്നൊക്കെ പറയണത് എന്താ? നല്ല മനസ്സുണ്ടാവണം. അപ്പൊ വേണ്ടാത്ത ചിന്തകളും മറ്റുള്ളതൊക്കെ പോയി നല്ല ആഹാരത്തോ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ചികിത്സകളോട് കൂടിയിട്ട് നല്ലൊരു പ്രജ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ മോഹം. അതെല്ലാം നടത്താൻ ഭഗവാൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവനും അല്പം സംസാരിക്കാൻ പോവുകയുണ്ട്. ഞാൻ അധികം സമയം എടുക്കണില്ല. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ദേവ റെഡിയാണ്. ദേവൻ എൻ്റെ മകൻ കൂടിയാണ്. കോയമ്പത്തൂര് ആയുർവേദ കോളേജ് ABPയുടെ കോളേജിൽ പഠിച്ചു. ഇവിടെ പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞ ആളും ഉണ്ടാവും. എന്തായാലും ദേവൻ സംസാരിക്കട്ടെ.